അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രകഥയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പ്രവാചകവര്യരായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഈജിപ്തിലെ മന്ത്രിയായ അസീസിന്റെ ഭാര്യയായിട്ടാണ് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. യൂസുഫ് നബിയുടെ ജീവിതത്തിൽ ഒരു നിർണായക പരീക്ഷണം ഏൽക്കുവാൻ ഇടയായ ഒരു സ്ത്രീയാണ് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ. ഇരുവരുടെയും ചരിത്രം വിവരിക്കാൻ ഖുർആൻ ഒരു അധ്യായം തന്നെ തിരഞ്ഞെടുത്തു. എന്നാൽ സൂറത്തുൽ യൂസുഫിലൂടെ മഹാനവറുകളുടെ ചരിത്രം മാത്രമാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. തന്റെ സഹോദരങ്ങൾക്ക് തന്നോടുള്ള അസൂയ കാരണമാണ് യൂസുഫ് നബിയെ ഈ കൊട്ടാരത്തിൽ എത്തിക്കുവാൻ കാരണമായിട്ടുള്ളത്. സഹോദരങ്ങൾ കിണറ്റിലേക്കിറങ്ങിയ യൂസുഫ് നബിയെ ഒരു യാത്രാ സംഘം കരക്കെത്തിക്കുകയായിരുന്നു. മദിയനിൽ നിന്നും ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു ആ യാത്രാ സംഘം. യഥാർത്ഥത്തിൽ ഈജിപ്തിലേക്കുള്ള വഴി അതല്ലായിരുന്നു എങ്കിലും അവർ വഴിതെറ്റി ആ വഴി വന്നതായിരുന്നു. ആ യാത്രാ സംഘത്തിന് ദാഹം അനുഭവപ്പെട്ടപ്പോൾ അവരിലൊരാൾ ആ കിണറ്റിൽ എത്തുകയും ബക്കറ്റിയെടുത്ത് കിണറ്റിലേക്ക് എറിയുകയും ചെയ്തു. ആ ബക്കറ്റ് കണ്ട യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ പിടിച്ചു. അത് കണ്ട യാത്രാ സംഘം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കരയിലേക്ക് കയറ്റി. അതിസുന്ദരനായ യൂസുഫ് നബിയെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാനായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ ഈജിപ്തിൽ ചെന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വളരെ തുച്ഛമായ വിലക്ക് അവർ വിറ്റു. അങ്ങനെ യൂസുഫ് നബിയെ വാങ്ങിയത് അന്നത്തെ ഈജിപ്തിലെ രാജാവായിരുന്ന റയ്യാൻ രാജാവിന്റെ മന്ത്രിയാണ് കിത്ഫീർ എന്ന വ്യക്തിയായിരുന്നു. ഈജിപ്തിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവർ അസീസ് എന്ന സ്ഥാനപ്പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യൂസുഫ് നബിയെ വാങ്ങിയ ആൾക്ക് യൂസുഫ് നബിയുടെ മുഖത്ത് പല ലക്ഷണങ്ങളും കാണുവാൻ സാധിച്ചു. ആയതിനാൽ ഒരു അടിമയോട് പെരുമാറുന്ന അതേ രീതിയിൽ യൂസുഫ് നബിയോട് പെരുമാറരുത് എന്ന് മാന്യമായ രീതിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തണമെന്നും തന്റെ ഭാര്യ സുലൈഖ ബീവിയോട് മന്ത്രി പറഞ്ഞു. അങ്ങനെ അവർ അവരുടെ വസതിയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പരിപാലിച്ചു വളർത്തുകയാണ്. പിതാവ് യാക്കൂബ് നബിയുടെ സ്നേഹവാത്സല്യത്തിൽ 12 വർഷം വളർന്ന യൂസുഫ് നബി പിന്നീട് അടിമച്ചന്തയെല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തിന്റെ 17ാം വയസ്സിലാണ് ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തിയത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ യൗവനകാലം മുഴുവൻ ചിലവഴിച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അതീവ സൗന്ദര്യവും ശരീരഘടനയും കണ്ട് അസീസിന്റെ ഭാര്യ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൽ അതീവ തൽപരരായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയിലൂടെ ഒരു പരീക്ഷണത്തിന് വിധേയമാവാൻ പോവുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാമിൽ തന്റെ സ്നേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിൽ സാധ്യമാക്കണമെന്ന തന്റെ അടങ്ങാത്ത മോഹം സുലൈഖ ബീവിയിൽ ഉണ്ടായിരുന്നു. യൂസുഫ് നബിയുടെ ചാരിത്രശുദ്ധിയും ഹൃദയശുദ്ധിയും ശരിക്കും മനസ്സിലാക്കിയ ഒരു സ്ത്രീയായിരുന്നു സുലൈഖ ബീവി. അതിനാൽ തന്റെ താല്പര്യത്തിന് പെട്ടെന്നൊന്നും വഴങ്ങില്ല എന്ന് സുലൈഖ ബീവിക്ക് ഉറപ്പായിരുന്നു. സാധാരണ രീതിയിലുള്ള വികാര പ്രണയത്തിലൂടെയോ ശരീരചേഷ്ടിയിലൂടെയോ തന്റെ താല്പര്യം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുലൈഖ ബീവി കുതന്ത്രം മെനയാൻ തന്നെ തീരുമാനിച്ചു. തന്റെ ആഗ്രഹ സഫലീകരണത്തിന് അനുയോജ്യമായൊരു സന്ദർഭം സുലൈഖ ബീവിക്ക് ലഭിക്കുകയാണ്. ഒരു ദിവസം തന്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് എല്ലാ ആഡംബരത്തോടെയും ചമഞ്ഞൊരുങ്ങി കൂടുതൽ സൗന്ദര്യവതിയായി വീട്ടിലെ 7 വാതിലുകളും ഭദ്രമായി അടച്ച് യൂസുഫ് നബിയെ തന്റെ ആഗ്രഹ സഫലീകരണത്തിന് ക്ഷണിച്ചു. ഈ ക്ഷണത്തിന് ഖുർആൻ ഉപയോഗിച്ച പദം ഹൈത്തലക്ക ഇവിടെ വാ എന്നായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ യൂസുഫിലൂടെ 23ാം വചനത്തിൽ ഇത് വിവരിക്കുന്നുണ്ട്. യൂസുഫ് നബി താമസിച്ചിരുന്ന ഗൃഹത്തിന്റെ നായിക അദ്ദേഹത്തിൽ കുതന്ത്രം പ്രയോഗിച്ചു വശീകരിക്കാൻ ശ്രമിച്ചു. വാതിലുകളെല്ലാം അടച്ചുപൂട്ടിയിട്ടു. ഇങ്ങു വാ എന്ന് കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം, അവൻ നിന്റെ യജമാനനാണ്. വളരെ നല്ല നിലയിലാണ് അവൻ എന്നെ താമസിപ്പിച്ചിരിക്കുന്നത്. അക്രമികൾ ഒരിക്കലും തന്നെ വിജയിക്കുകയില്ല. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇരുവരുടെയും സ്ഥാനമാണ്. സുലൈഖ ബീവി ആഡംബരവും സൗന്ദര്യവും ഒത്തുചേർന്ന ഒരു സ്ത്രീ, അതിലുപരി മന്ത്രിയുടെ പത്നി. എന്നാൽ യൂസുഫ് നബി ആവട്ടെ വെറും അടിമച്ചന്തയിൽ നിന്നും വാങ്ങിയ ഒരു അടിമ. അത്തരത്തിനാൽ ഒരു കുലീനയായ സ്ത്രീ
തന്റെ ആഗ്രഹ സഫലീകരണത്തിന് മുതിരുമ്പോൾ സന്ദർഭം എല്ലാ തരത്തിലും അനുയോജ്യമായിരിക്കണമല്ലോ. വീടിന്റെ 7 വാതിലുകളും അടച്ചു. അതിന്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തു ഒരു വ്യക്തി പോലും അറിയുവാൻ സാധ്യതയുമില്ല. തന്നെയുമല്ല, മന്ത്രിയുടെ പത്നിയായിരുന്നതിനാലും യൂസുഫ് തന്റെ ഭൃത്യനായിരുന്നതിനാലും ആരും തന്നെ സംശയിക്കുകയും ഇല്ല. എന്നിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. ഈ വീടിന്റെ ഉടമസ്ഥനും എന്റെ യജമാനനുമായ നിങ്ങളുടെ ഭർത്താവിൽ പൂർണ്ണ വിശ്വസ്തനാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത തകർക്കുവാനോ പുറമകളിൽ പെടുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു യൂസുഫ് നബിയുടെ മറുപടി. സൗന്ദര്യവും ആഡംബരവും പ്രതാപവുമുള്ള ഒരു യുവതി തന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി സുന്ദരനായ യുവാവിനെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായും രക്തവും മജ്ജയുമുള്ള ഒരാളിൽ തന്റെ വികാരം ഇളകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അതല്ലെങ്കിൽ അയാൾ മനുഷ്യനല്ല എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു ചായ്വ് യൂസുഫ് നബി അലൈഹിസ്സലാമിലും ഉണ്ടായി. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസ ദൗർബല്യത്തെ എല്ലാം മറിച്ച് പൂർണ്ണ അനുകൂല സാഹചര്യത്തിലും തന്റെ നാഥൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയിൽ നിന്നും പിന്മാറിയതിനാൽ അദ്ദേഹത്തിന്റെ മഹത്വത്തെയാണ് അത് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ യൂസുഫിലെ 24-ാമത്തെ വചനത്തിലൂടെ ഈ സന്ദർഭം വിവരിക്കുന്നുണ്ട്. സത്യമായും അവർ അദ്ദേഹത്തെ സംബന്ധിച്ചു കരുതി, ഇതിന്റെ ദൃഷ്ടാന്തം കണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു. അപ്രകാരം നാം ചെയ്ത തിന്മയെയും നീച പ്രവൃത്തിയെയും അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു കളയാനാണ്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ ഉത്കൃഷ്ടദാസന്മാരിൽപ്പെട്ട വ്യക്തിയാകുന്നു. തന്റെ ദൃഷ്ടാന്തം കണ്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹവും കരുതുമായിരുന്നു എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ ബീവി ആഗ്രഹ പൂർത്തീകരണത്തിന് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം തേടി. യൂസുഫ് നബിയുടെ വാക്കുകൾ തന്നെ ഖുർആൻ വിവരിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിലെ 53-ാം വചനത്തിൽ കാണാം, കുറ്റങ്ങളിൽ നിന്ന് എന്റെ മനസ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനുഷ്യ മനസ്സ് തിന്മകളിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ്. അപ്രകാരം യൂസുഫ് നബിയുടെ മനസ്സ് തിന്മകളിലേക്ക് ചായാതിരിക്കുവാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അഥവാ കുറ്റം ചെയ്യാതിരിക്കുവാനുള്ള ബോധം മനസ്സിനുണ്ടാക്കി കൊടുത്തു. ബുർഹാൻ എന്നാണ് ഖുർആൻ അതിനെ സൂചിപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബുർഹാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം ശക്തമാവുകയും തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് തെറ്റിലേക്ക് ചായുമോ എന്നുള്ള മട്ടത്തിൽ തന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ രൂപം കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഇടനെഞ്ചിലേക്ക് ശക്തമായി പ്രഹരിക്കുകയും അതിനാൽ സുലൈഖ ബീവിയിൽ നിന്നും തെന്നിമാറുകയും ചെയ്തു. തന്റെ ഇംഗിതത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം വഴങ്ങാത്ത പക്ഷം അദ്ദേഹത്തെ നിർബന്ധിക്കുവാൻ സുലൈഖ ബീവി ശ്രമിച്ചു. തൽസമയം സുലൈഖ ബീവിയെ തള്ളിമാറ്റിക്കൊണ്ട് യൂസുഫ് നബി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ സുലൈഖ ബീവിയും ഓടുകയാണ്. വാതിലിന്റെ അരികിൽ എത്തുവാനായപ്പോൾ പുറത്തേക്ക് ഓടാതിരിക്കുവാൻ വേണ്ടി യൂസുഫ് നബിയുടെ കുപ്പായത്തിന്റെ പിൻഭാഗം പിടിച്ചു വലിച്ചു. അതിനാൽ ആ കുപ്പായം കീറുകയും ചെയ്തു. ഇങ്ങനെ ഇരുവരും ചെന്നുപെട്ടത് യജമാനനായ അസീസ് രാജാവിന്റെ മുൻപിലായിരുന്നു. ഭർത്താവിനെ കണ്ട സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിൽ കുറ്റം ചുമത്തി. അങ്ങയുടെ ഭാര്യ സുലൈഖയെ അവഹേളിക്കുവാൻ ശ്രമിച്ചുവെന്നും ബലാത്കാരത്തിന് ശ്രമിച്ചപ്പോൾ താൻ ഓടിയതാണെന്നും സുലൈഖ ബീവി പറഞ്ഞു. ഇത് കേട്ട യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ വഞ്ചിക്കപ്പെട്ടതാണെന്നും യജമാനത്തിയാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നും പറഞ്ഞു. ഇങ്ങനെ രണ്ടുപേരും ആരോപണങ്ങൾ നടത്തുന്നതിനിടയിൽ സുലൈഖ ബീവിയുടെ ബന്ധു പ്രശ്നം പരിഹരിക്കുവാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, യൂസുഫിന്റെ കുപ്പായത്തിന്റെ മുൻഭാഗമാണ് കീറിയത് എങ്കിൽ ഇവർ ബലാത്കാരം ചെയ്യുകയും കുറ്റക്കാരനുമാണ്. കുപ്പായത്തിന്റെ പിൻവശമാണ് കീറിയത് എങ്കിൽ ഇവൾ യൂസുഫിനെ ബലാത്കാരം ചെയ്യുകയും ഇവൾ കുറ്റക്കാരിയുമാണ്. യജമാനൻ നോക്കിയപ്പോൾ യൂസുഫ് നബിയുടെ കുപ്പായത്തിന്റെ പിൻവശം കീറിയതായിട്ടാണ് യജമാനൻ കണ്ടത്. ഇത് കണ്ട യജമാനൻ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ പെട്ടതാണെന്നും പറഞ്ഞ് സംഭവം മറക്കാൻ യൂസുഫ് നബിയോടും ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കാൻ സുലൈഖ ബീവിയോടും പറഞ്ഞു. എന്നാൽ മന്ത്രിവസതിയിൽ നടന്ന സംഭവം പട്ടണത്തിൽ മുഴുവൻ പാട്ടാവുകയും ആ സ്ത്രീകളുടെ ചെവിയിൽ എത്തുകയും ചെയ്തു. മന്ത്രിയുടെ ഭാര്യ യുവാവിനെ പ്രേമിച്ചുവത്രേ, അതും ഭൃത്യനെ മോശമായി പോയി. ഇപ്രകാരം പറഞ്ഞ് അവർ സംഭവം നാട്ടിൽ പ്രചരിപ്പിച്ചു.
ഇതറിഞ്ഞ് സുലൈഖ ബീവി അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തീർത്തും ആഡംബരപൂർണമായ രീതിയിൽ അവരെ സൽക്കരിക്കുകയാണ്. എല്ലാവർക്കും പഴങ്ങളും അത് മുറിക്കുവാനുള്ള കത്തിയും നൽകുകയാണ്. അവർ പഴങ്ങൾ മുറിക്കാൻ തുടങ്ങിയ സമയം സുലൈഖ ബീവി യൂസുഫ് നബിയോട് അവർക്കിടയിലൂടെ നടന്നു പോവാൻ പറഞ്ഞു. യൂസുഫ് നബി സുലൈഖ ബീവിയുടെ കൽപ്പന മാനിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ കടന്നുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അപാരമായ സൗന്ദര്യം കണ്ട് ആ സ്ത്രീകൾ അതിൽ മതിമറന്നുപോയി. പഴങ്ങൾ മുറിക്കുന്നതോടൊപ്പം അവരുടെ കൈവിരലുകളും അവർ മുറിച്ചു കളഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിൽ ലയിച്ച അവർ വേദന ഒട്ടും തന്നെ അറിഞ്ഞില്ല. അവർ തങ്ങളിലേക്ക് യൂസുഫ് നബിയുടെ ശ്രദ്ധ തിരിക്കാൻ ആവും വിധം ശ്രമിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന സുലൈഖ ബീവി അവരോട് പറഞ്ഞു, ഞാൻ കാമിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയ യുവാവാണിത്. ഇപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തെല്ലാം ചെയ്തു? സ്വബോധം നഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കൈവിരലുകൾ തന്നെ മുറിച്ചു. ഇവനെ ഞാൻ കാമിച്ചു എന്നത് സത്യം തന്നെ. ഇവൻ അതിന് വഴങ്ങിയില്ല. നിശ്ചയം ഞാൻ കൽപ്പിച്ചത് അവൻ ചെയ്തില്ല എങ്കിൽ നിന്നിനായി അവൻ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. തന്റെ ഭാര്യയുടെ കഥ പട്ടണത്തിൽ ആകെ പരന്നതിനാൽ മന്ത്രി അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനും കുറെ കാലത്തേക്ക് ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത് മറക്കുവാൻ വേണ്ടി യൂസുഫ് നബിയെ കുറ്റക്കാരനാക്കി ജയിലിൽ അടക്കുകയാണ്. നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും മന്ത്രിയുടെ ബന്ധുക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനുള്ള ശിക്ഷ ശരിവെക്കുകയായിരുന്നു. എന്നാൽ യൂസുഫ് നബി അലൈഹിസ്സലാമിൽ ഇതിൽ യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല. ഒരു നിലയ്ക്ക് യൂസുഫ് നബി അലൈഹിസ്സലാം ആഗ്രഹിച്ചവും ഇതുതന്നെയായിരുന്നു. സുലൈഖ ബീവി തന്റെ ഇംഗിതം സാധ്യമാക്കുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം കാരാഗ്രഹവാസം ആഗ്രഹിച്ചിരുന്നു. കാരണം അവർ ക്ഷണിക്കുന്ന സമ്പൂർണ്ണ മണിയറയേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് ജയിലായിരുന്നു. എന്റെ നാഥ, അവർ എന്നെ എന്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാൾ ജയിലാണ് എനിക്ക് പ്രിയങ്കരം. അവരുടെ കുതന്ത്രം എന്നിൽ നിന്ന് നീ തിരിച്ചുവിടാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ആകൃഷ്ടനാവുകയും വിവരമില്ലാത്തവരിൽ പെട്ടുപോവുകയും ചെയ്യും. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം വിശ്വസ്തതയും സദാചാരവും പുലർത്തിയതിന് അന്യായമായി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. അങ്ങനെ ജയിൽവാസത്തിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം 2 ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അതിലൊരാൾ കുറ്റവിമുക്തനായി രാജാവിന്റെ അടുക്കലേക്ക് പോകുന്നതറിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ നിരപരാധിത്വത്തെയും താൻ അനുഭവിച്ച ദാരുണതയെയും കുറിച്ച് രാജാവിനോട് പറയുവാൻ പറഞ്ഞു. എന്നാൽ കൊട്ടാരത്തിലെത്തിയ കൂട്ടുകാരൻ യൂസുഫ് നബി പറഞ്ഞത് രാജാവിനോട് പറയുവാൻ മറന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം റയ്യാൻ രാജാവ് ഒരു സ്വപ്നം കാണുകയും അതിന്റെ വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട സമയത്ത് തന്റെ സ്വപ്നത്തിന് ജയിലിൽ നിന്നും വിശദീകരണം നൽകിയ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ആ വ്യക്തിക്ക് ഓർമ്മ വരികയും രാജാവിനോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. രാജാവ് അദ്ദേഹത്തോട് യൂസുഫ് നബിയെ സമീപിച്ച് തന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം തേടുവാൻ ആവശ്യപ്പെട്ടു. യൂസുഫ് നബിയുടെ വ്യാഖ്യാനം കേട്ട രാജാവ് അതീവ സന്തുഷ്ടനാവുകയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ച് സമ്മാനങ്ങൾ നൽകുവാനും തീരുമാനിച്ചു. എന്നാൽ രാജാവിന്റെ ക്ഷണം മാനിച്ച് കൊട്ടാരത്തിലേക്ക് ചെല്ലുവാൻ യൂസുഫ് നബി അലൈഹിസ്സലാം തിടുക്കം കാണിച്ചില്ല. കാരണം അഭിമാനകരമായിട്ടാണ് താൻ ജയിലിലടക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അഭിമാനം വീണ്ടെടുക്കുന്നത് വരെ താൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ല എന്ന് ശപഥം ചെയ്തു. സൽക്കാരത്തിനിടയിൽ തന്നെ വശീകരിക്കാൻ ശ്രമിച്ച സ്ത്രീകളുടെ ഉള്ളിലിരുപ്പ് അറിയണമെന്നും തന്നെ വഞ്ചിച്ച മന്ത്രിയുടെ പത്നി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം മനസ്സിൽ ഉറപ്പിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആവശ്യമറിഞ്ഞ രാജാവ് ആ സ്ത്രീകളെ വിളിച്ച് വിചാരണ ചെയ്തു. സൽക്കാരത്തിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ തങ്ങൾ കാണിച്ച ചേഷ്ടകളിൽ അദ്ദേഹം വഴങ്ങിയോ എന്ന്, അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നും രാജാവ് ആ സ്ത്രീകളോട് ചോദിച്ചു. ഞങ്ങളുടെ മോഹങ്ങൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മാന്യനും ശുദ്ധനുമാണെന്ന് അവർ പറഞ്ഞു. യൂസുഫിന്റെ സൗന്ദര്യം കണ്ട് താനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്ന് കൂട്ടുകാരികൾക്ക് മുമ്പിൽ തുറന്ന് സമ്മതിച്ച സുലൈഖ ബീവിക്ക് തന്റെ വാക്കിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞില്ല. അവർ രാജാവിന്റെ മുമ്പിൽ താനാണ് യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചത് എന്നും അദ്ദേഹം മാന്യനും ശുദ്ധനുമായതിനാൽ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് അദ്ദേഹം വഴങ്ങിയില്ല എന്നും സുലൈഖ ബീവി തുറന്നു സമ്മതിച്ചു. എന്നാൽ മാന്യനും ശുദ്ധപ്രകൃതനുമായ ഒരു മനുഷ്യനെ കുറിച്ച് തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചു
താൻ കാരണം ജയിലിലടക്കാൻ കാരണക്കാരിയായതിൽ സുലൈഖ ബീവി റളിയല്ലാഹു അൻഹ മാനസാന്തരപ്പെടുകയും അവർ അതിൽ പശ്ചാത്താപിക്കുകയും ചെയ്തു. അവർ ഇപ്രകാരം പറഞ്ഞ സംഭവം ഖുർആൻ വിശദീകരിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 51-ാം വചനത്തിൽ കാണാം: ഇപ്പോഴാണ് സത്യം വെളിപ്പെട്ടത്, ഞാനാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചത്, അദ്ദേഹം സത്യവാൻമാരിൽപ്പെട്ടവനാണ്. അങ്ങനെ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്രിന്റെ രാജാവായി വാഴുന്നു. മിസ്രിന്റെ ഹസീസായി സ്ഥാനമേറ്റ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ പ്രജകളുടെ ക്ഷേമങ്ങൾ അറിയുവാനായി നാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഇലാഹി എന്ന് വിലപിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീയെ കാണുകയുണ്ടായി. നിങ്ങൾ ആരാണ്? യൂസുഫ് നബി അലൈഹിസ്സലാം ആ വൃദ്ധയോട് ചോദിച്ചു. അല്ലയോ യൂസുഫെ, അങ്ങേക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അങ്ങയെ പ്രണയിച്ചിരുന്ന സുലൈഖ ബീവിയാണ്. നിങ്ങൾക്ക് എന്തുപറ്റി സുലൈഖ? യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു. യൂസുഫെ, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, എന്റെ ധനം മുഴുവൻ നശിച്ചു പോയിരിക്കുന്നു, എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ ഞാൻ ആർക്കും വേണ്ടാത്ത ഒരു അഗതിയായി എന്ന് അവർ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ട് അവർ നബിയുടെ കാൽക്കൽ വന്നിരുന്നു. ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട് യൂസുഫ് നബിയോട്, അല്ലയോ യൂസുഫ്, താങ്കൾക്ക് സുലൈഖയെ വിവാഹം കഴിക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇത് കേട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഞെട്ടുകയാണ്. ഈ വൃദ്ധയെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ? ഇതെന്ത് പരീക്ഷണം? എല്ലാം അള്ളാഹുവിന്റെ ഖലാ ആണെന്ന് അറിയാമായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖയിൽ അള്ളാഹുവിന്റെ കരുണ വർഷിക്കുവാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും സുലൈഖ ബീവിയിൽ ആ പഴയ സൗന്ദര്യം വെച്ചു നൽകുകയും ചെയ്തു. ഇതിനിടയിൽ ബീവി ഏകനായ ഇലാഹിൽ വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയെ വിവാഹം കഴിച്ചു. നബി അവരെ വിവാഹം കഴിക്കുമ്പോഴും അവർ കന്യകയായിരുന്നു എന്ന് കളിൽ പറയുന്നുണ്ട്. സുലൈഖ ബീവി സൗന്ദര്യത്തിൽ വളരെയധികം മുൻപിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവർ നബിയെ ശുശ്രൂഷിച്ചുകൊണ്ടും ദീനിൽ വിശ്വസിച്ചുകൊണ്ടും യഥാർത്ഥ ഭാര്യയായി തുടർന്നുള്ള ജീവിതം നയിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഇതോടെ ഈ ചരിത്രകഥ ഇവിടെ ചുരുക്കുന്നു. ഈ ചരിത്രത്തിൽ വല്ല പിഴവും വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാഫാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.